കല്ലൻ കണവ മസാല ഫ്രൈ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? കണവ കിട്ടിയാൽ ഇതുപോലെ പാചകം ചെയ്ത് നോക്കിയോ, കിടിലൻ ടേസ്റ്റ് ആണ്. റെസിപ്പി പറഞ്ഞുതരാം. അവധി സമയത്ത് ഫ്രീ ആയിട്ടുള്ളപ്പോൾ മീൻ മേടിക്കാൻ പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ പൂന്തുറ കടപ്പുറത്ത് നിന്ന് ലേലം പറഞ്ഞ് മേടിച്ചതാണ് ഈ 3 ഐറ്റം. തിരുവനന്തപുരം സൈഡിൽ ഇതിനെ കല്ലൻ കണവ എന്നാണ് പറയുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിലെ മെനക്കെട്ട പണി. ഈ ഒരു സംഭവം നമ്മൾ എത്ര സൂക്ഷിച്ച് കട്ട് ചെയ്താലും ചിലപ്പോൾ ഒക്കെ പൊട്ടിപ്പോവും. ചില ജാപ്പനീസ് ക്യൂസിനിലൊക്കെ ഈ ഒരു ഐറ്റം ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ മലയാളീസ് ഇതൊന്നും യൂസ് ചെയ്യാറില്ല. സിംഗിൾ കളഞ്ഞിട്ട് ടാപ്പ് തുറന്നു വിട്ടപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ? ഇനി എടുക്കുന്ന ഈ ഒരു ബോണ് നമ്മുടെ വീട്ടിലെ പെറ്റ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ഡയറ്ററി സപ്ലിമെന്റിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്കിന്ന് പീൽ ചെയ്യുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ സംഗതി എളുപ്പമാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തൊലിയൊക്കെ മാറ്റിയിട്ട് ഓരോ കണവ ഏകദേശം 600-700 ഗ്രാം ഉണ്ടായിരുന്നു. ഈ കണവയ്ക്കകത്ത് നിന്ന് കിട്ടിയ മുട്ട കണ്ടോ? ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. കണവ ചെറുതായിട്ട് കട്ട് ചെയ്ത് 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള മസാല ഫ്രൈ റോസ്റ്റ് എങ്ങനെ പാചകം ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുക്കർ ഉപയോഗിച്ചുള്ള പാചകമാണ്. കണവയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും